ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ചെമ്പീർ പൂവിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയോടും ശ്രുതിയോടും ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിലെ ശ്രുതിയോടുള്ള ആ ഒരു സ്നേഹം പുറത്തേക്ക് വരികയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട്, മതി ശ്രുതി, നിർത്ത്, എനിക്ക് ഇപ്പം മനസ്സിലായി, നിന്റെ മനസ്സിൽ എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി, ഇതിൽ കൂടുതൽ എനിക്കിനി എന്ത് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ടും കെട്ടിപ്പിടിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും കിടന്നിങ്ങനെ കൈയടിക്കുകയാണ്. ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അവര് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവുക. അതിനുശേഷം നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയും വിളിക്കുക. അപ്പോൾ വർഷയോടും ശ്രീകാന്തിനോടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുക, എനിക്ക് എൻ്റെ ഭാര്യയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എൻ്റെ മനസ്സും അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യും. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. തെറ്റ് ഏതാണ് ശരി ഏതാണ് അവൾക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രീകാന്തും അവിടെ പറയാം, എൻ്റെ അമ്മയ്ക്ക് 3 മക്കളാണ് ഉള്ളത്. അതേപോലെ തന്നെ എനിക്കും 3 മക്കൾ വേണമെന്നാണ് ആഗ്രഹം. എൻ്റെ ആഗ്രഹം എൻ്റെ ഭാര്യ അത് സാധിച്ചു തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ആഗ്രഹം തന്നെയാണ് അവളുടെ ആഗ്രഹം. അപ്പം 3 മക്കൾ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ ഞെട്ടിപ്പോയി. വർഷ കിളിപ്പോയൊരവസ്ഥയിലാണ് അവിടെ നിന്നത്. അപ്പോൾ ശ്രീകാന്തിന് ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ, ശ്രീകാന്തേ, എന്തൊക്കെയാ ശ്രീകാന്ത് ഈ പറയുന്നത്? ഈ 3 മക്കളൊക്കെ ആലോചിച്ച് പറയുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? 3 മക്കളോ? അതൊക്കെ നടക്കാത്ത കാര്യമാണ് ശ്രീകാന്തേ. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. നമ്മൾ പരസ്പരം സ്നേഹിച്ചും കഴിയുന്നവരാണ്. പക്ഷേ 3 മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കൂടി ആലോചിച്ചിട്ട് വേണ്ടേ നീ ഇങ്ങനെ ഒരു തീരുമാനം പറയാൻ? അപ്പം എല്ലാവരും അന്തിച്ചു പോയി. അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയൊക്കെ പറയണം, ദൈവമേ ഇവരെന്താണ് ഈ പറഞ്ഞു വിടുന്നത്? അപ്പോൾ ശ്രുതിയും തീർന്നു, എല്ലാം തീർന്നു. ജഡ്ജൊക്കെ വായം പൊളിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നിങ്ങളാരും തെറ്റും ധരിക്കരുത് കേട്ടോ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ 3 കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സംസാരിച്ചതേ ഉള്ളൂ. പറയുമ്പോൾ എന്നോടും കൂടി ഒന്ന് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ വേറൊരു പ്രശ്നവും ഇല്ല, നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ ഇറങ്ങി വരികയാണ്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. അവരെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ലാസ്റ്റ് സച്ചിയെയും രേവതിയെയും വിളിക്കാം. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രേവതി തന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ, സച്ചിയേട്ടാ എന്തൊന്നും മിണ്ടാത്തത്, എന്തെങ്കിലും പറയ്. എന്താ സച്ചിയേട്ടാ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്? എന്താ എൻ്റെ കണ്ണുകളിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ അല്ലാതെ നിന്റെ കണ്ണുകളിൽ ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ടല്ലോ, എന്താ നിനക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ സച്ചിയേട്ടന് എന്നെ തന്നെ ഞാൻ കാണുന്നു സച്ചിയേട്ടാ, അത് പിന്നെ എൻ്റെ ശരീരം മുഴുവനും നീയല്ലേ രേവതി എന്നിങ്ങനെ ഇവർ പതുക്കി ഇങ്ങനെ പറയാം. ഇത് കിട്ടുന്നപ്പോഴേക്കും ഇങ്ങനെ ശ്രുതിയൊക്കെ ആണെങ്കിൽ ഇവരെന്തെങ്കിലും വായം പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഇപ്പം തന്നെ ഇവരടിച്ച് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹാങ്കറാണെങ്കിൽ, അതേ ഇനി നോക്കി നിന്നത് മതി, എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ്, ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും. സച്ചേട്ടനെ ഞാൻ ആദ്യം കാണുന്നതേ റോട്ടിൽ വെച്ച് ഇടികൂടുന്ന ഒരാളായിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചത് വലിയൊരു ഗുണ്ടയാണെന്നാ. പക്ഷേ അങ്ങനെയല്ലായിരുന്നു കാര്യം. പിന്നീട് സച്ചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇങ്ങനൊരാളുടെ ഒപ്പം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പോലും അന്തിച്ചു പോയി. പിന്നീടാ മനസ്സിലായത് ദൈവം എനിക്ക് തന്നത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളെയാണെന്ന്, കെയറിങ് മാത്രം ചെയ്യാവുന്ന ഒരാളെയാണെന്ന്, കുടുംബത്തെ സ്നേഹിക്കാൻ അറിയുന്ന ഒരാളെയാണെന്ന്. സച്ചേട്ടനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ രേവതി പറയാണ്. സച്ചേട്ടന് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇതുവരെയായിട്ടും എനിക്കൊരു കുറവും വരുത്താതെയാണ് സച്ചേട്ടൻ എന്നെ വളർത്തുന്നതെന്നൊക്കെ ഇപ്പം ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കില്ല, ഇവരുടെ വർത്തമാനം കേട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ സച്ചിയും പറയാണ്, അതെ രേവതി അതേപോലെ തന്നെയാ. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചത്, ജീവിതം എന്താണെന്ന് പഠിച്ചത് എൻ്റെ രേവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ പറയാ.
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര പുച്ഛം. പക്ഷേ വർഷയ്ക്കും ശ്രീകാന്തിനും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇവർ രണ്ടുപേരുടെ ആ ഒരു സംസാരത്തിൽ എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയാണ്. അങ്ങനെ ഇവരും അവിടെ നിന്ന് ഇറങ്ങി പോവുക. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഇനിയിപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു. ഇനി 3ാമത്തെ റൗണ്ടാണ്. ഇനി ഭാര്യയും ഭർത്താവും എല്ലാവരും ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ സ്റ്റേജിലേക്ക് ചെല്ലുകയാണ്. സ്റ്റേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓരോരോ ആൾക്കാരോടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനി ഞങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ജഡ്ജി ഇങ്ങനെ പറയാം, ഞങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാലറി നിങ്ങൾക്കറിയാവോ? അപ്പോൾ ശ്രീകാന്തിനോടും വർഷയോടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അയ്യോ എനിക്ക് എൻ്റെ ഭാര്യയുടെ സാലറി എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ വർഷയോടെ പറയാണ്, എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ സാലറി എത്രയാണെന്ന് അറിയില്ല, ഞങ്ങളത് ചോദിക്കാറുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കാകെ കലി വരിക. ശ്രുതിയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഇങ്ങോട്ട് തന്നിട്ടേ, മേഡം നിങ്ങൾ ഈ ചോദിക്കുന്നത് ശരിയല്ല, നിങ്ങളിത് എവിടുത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഞങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? ഈ ശ്രുതിയുടെ ആ ഒരു വർത്തമാനം കഴിയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ സച്ചിയാണെങ്കിൽ, എടാ എന്താണത്, ഒന്നും മിണ്ടാതിരിക്കടാ, അതെ എന്ത് ചോദ്യം ചോദിക്കണം, ഏത് ചോദ്യം ചോദിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നീയാണോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നീയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, എന്നിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അവരോട് പറ ഇന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളെന്ന്. അവനൊരു ചോദ്യം ചോദിച്ചിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയാം. അല്ലേടാ നീ മിണ്ടാതിരിക്കടാ, മേഡം ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പാടില്ല മേഡം, ഇതൊക്കെ സാലറിയൊക്കെ മറ്റുള്ളവരറിയില്ലേ, ഞങ്ങളുടെ സാലറിയൊക്കെ ആരെങ്കിലും ചോദിക്കാമോ? പെണ്ണിൻ്റെ വയസ്സും ആണിനോട് സാലറിയും ചോദിക്കാൻ പാടില്ലെന്നാണ്, അത് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ജഡ്ജിയോട് ഭയങ്കര കയർത്ത് സംസാരിക്കുകയാണ്. ഇത് കേട്ട ജഡ്ജിയാണെങ്കിൽ, അതെ നിങ്ങളപ്പോൾ ഇൻകം ടാക്സുകാർ വരുമ്പോൾ നിങ്ങളുടെ സാലറി നിങ്ങൾ പറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പിന്നെ അത് മേഡം, അതെ എന്ത് ചോദ്യം ചോദിക്കണം, ഏത് ചോദ്യം ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം, ഇവിടെ കപ്പിൾസിൻ്റെ മത്സരമാണ് നടക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്, അപ്പം അതിൻ്റെതായ ചോദ്യങ്ങളും ഒക്കെ പല ചോദ്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചോദിച്ചെന്നിരിക്കും, അതിനുള്ള കറക്റ്റ് ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ശ്രുതിയാണെങ്കിൽ, ശ്രുതി ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയാണ്. ശ്രുതി, അത് മേഡം എനിക്ക് ബ്യൂട്ടി പാർലറാണല്ലോ, അപ്പോൾ അതിൻ്റേതായത് എനിക്കിങ്ങനെ കറക്റ്റായിട്ട് വരുമാനം പറയാൻ പറ്റില്ല, ചില സമയത്ത് ചിലപ്പോൾ കൂടുതലുണ്ടാവും വർക്ക്, ചിലപ്പോൾ കുറവുണ്ടാകും, അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും വരുമാനങ്ങൾ. പക്ഷേ ഏകദേശം മാസം ഒരു 10-50,000 രൂപയെങ്കിലും എനിക്ക് കിട്ടും മേഡം. അതിൽ ഒരു 25,000 രൂപയെങ്കിലും ഞാൻ എൻ്റെ ചിലവിനെടുക്കും, പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും മേഡം. 25,000 രൂപ നിങ്ങളുടെ ചിലവിന് നിങ്ങൾ എടുക്കുമോ? അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അതേ മേഡം 25,000 രൂപ ഞാൻ എൻ്റെ ചിലവിനായിട്ടൊക്കെ എടുക്കുവേ, കാരണം എനിക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ ഇങ്ങനെ മേടിക്കും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മായിയമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കണം, പിന്നെ വീട്ടിലേക്കും ഞങ്ങൾ ചെറിയ വരുമാനമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയാണെങ്കിൽ വലിയ ഗമ എന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. ശരി ഇനി അടുത്തത് സച്ചിയും രേവതിയും ആകട്ടെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും, അതെ മേഡം ആദ്യം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഈ മൈക്ക് മേടിച്ചിട്ട്, അതെ എൻ്റെ ഭാര്യയുടെ സാലറി എത്രയാണെന്ന് എനിക്കറിയാം, അവള് പൂ കെട്ടി കൊടുക്കുന്ന ആളാണ്, ചിലപ്പോൾ ഒരു ദിവസം 700 രൂപയൊക്കെ വെച്ച് കിട്ടാറുണ്ട്, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ വരുമാനം കൂടുതലായിരിക്കും, അങ്ങനെ ഒരു മാസം ഒരു 21,000 രൂപയെങ്കിലും കിട്ടും, പിന്നെ കല്യാണ വർക്ക് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ രേവതിയാണെങ്കിൽ, അതെ അതെ എനിക്ക് അത്രയും വരുമാനമൊക്കെ കിട്ടാറുണ്ടെന്ന് പ്രോത്സാഹിപ്പിച്ച് തന്നെ നമ്മുടെ രേവതി അവിടെ സംസാരിക്കുക. ഇങ്ങനെ കിട്ടും. പിന്നെ അതിനുശേഷമേ എൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കുറച്ച് വരുമാനം അമ്മക്ക് കൊടുക്കും, ഒരു 3,000 രൂപ അമ്മയ്ക്ക് കൊടുക്കും, കാരണം അമ്മയല്ലേ അമ്മയ്ക്ക് കൊടുക്കണമല്ലോ, പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അനിയത്തിയും ആങ്ങളെയും ഉണ്ട്, അവർക്ക് 500 രൂപ വെച്ച് കൊടുക്കും, പിന്നെ ചില ചിലവുകൾ അതൊക്കെ എല്ലാം കൂടി കൂട്ടി ഒരു
മൊത്തം ഒരു 4000 രൂപ മൊത്തം ചിലവാകും മാഡം. അതിനുശേഷം ബാക്കിയുള്ള പൈസ ഞങ്ങൾക്ക് അടുക്കളയിലൊരു ഉണ്ടിയുണ്ടേ, അതിൽ കൊണ്ടിട്ട് വിടുകയും ചെയ്യും. ഞങ്ങൾക്കൊരു റൂം കെട്ടാനാ പ്ലാന്. ആ റൂം കെട്ടുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ പൂവിൻ്റെ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര പുച്ഛം. ഇവർ പറയുന്നത് കേട്ടില്ലേ, എന്തോ വലിയ ബിസിനസ്സുമാനാണെന്ന രീതിയിലാണ് പറയുന്നത്. ഒരു പൂക്കച്ചവടം, അത് ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യം വേണ്ടോ? നമ്മൾ പറയുന്നത് പോലെയാണോ അവർ പറഞ്ഞത്? നമുക്ക് തന്നെയാണ് ശ്രുതി ഫസ്റ്റ് പ്രൈസ് കിട്ടാനായിട്ട് പോകുന്നത്, അതിലിപ്പോൾ യാതൊരു സംശയമില്ല എന്നവിടെ പറയാം. അപ്പോൾ പിന്നീട് നമ്മുടെ രേവതി ആണെങ്കിൽ ഇനി ഞാൻ സച്ചിയേട്ടൻ്റെ സാലറി പറയാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ മൈക്ക് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, എൻ്റെ സച്ചിയേട്ടന് ഡ്രൈവിംഗ് ജോലിയാണ്. അപ്പോൾ ഡ്രൈവിങ് ചില സമയത്ത് നല്ല ഓട്ടം കിട്ടും, ചില സമയത്ത് ചിലപ്പോൾ ഓട്ടങ്ങളെല്ലാം കുറവായിരിക്കും. അത്യാവശ്യം ലീവ് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമേ ലീവ് എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ സച്ചിയേട്ടന് ഒരു 10-40,000 രൂപയൊക്കെ കിട്ടും. അതിൽ വീട്ടിലേക്ക് കുറച്ച് പൈസ കൊടുക്കും. പിന്നെ വീട്ടിലേക്ക് ഇറച്ചി, മീൻ, പച്ചക്കറികൾ അങ്ങനെ വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും സച്ചിയേട്ടൻ മേടിക്കും, എനിക്കും ചിലവിന് തരും. പിന്നെ അച്ഛനും ഒരു 1000 രൂപ വെച്ചൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ അതുകൂടാതെ എല്ലാവരോടും കൂട്ടുകൂടി സച്ചിയേട്ടൻ കുടിക്കാൻ പോകാറുണ്ട്. അതിന് 3000 രൂപ വരെ ചിലവാക്കും എന്ന് സച്ചിയുടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതി എന്താ രേവതി പറയുന്നത്? അത് കറക്റ്റാണ് മാഡം, സച്ചിയേട്ടനെ കുടിക്കാൻ വേണ്ടി ഒരു 3000 രൂപ ചിലവാക്കും, കൂട്ടുകാരോടൊപ്പം സന്തോഷമാണെന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് എന്ന രീതിയിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് പറയണതേ കേട്ടില്ലേ, ഇവരുടെ വർത്തമാനം കേട്ടിട്ട് പ്രേക്ഷകർ മൊത്തം ഇരുന്ന് ചിരിക്കാൻ, ഇവരുടെ കാര്യം കട്ട പുകയാണ് എന്നൊക്കെ. അങ്ങനെ ഇതാണ് മാഡം എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും വരുമാന കാര്യങ്ങളൊക്കെ. ഇത് ഇങ്ങനെ ഇവർ അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കണ്ടിരുന്ന വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൈയടിക്കുകയാണ്. അപ്പോൾ ശ്രുതിയൊക്കെ ആകെ ഞെട്ടിപ്പോയൊരവസ്ഥ, ദേ കൈയടിക്കുന്നത് കണ്ടില്ലേ എന്നാണ് അവിടെ പറയുന്നത്. ഇവരെ ആ ഒരു മത്സരമെല്ലാം അവിടെ തീർന്നിരിക്കുക. അപ്പോൾ ആ മത്സരം തീർന്നപ്പോഴേക്ക് ഹാങ്കർ വന്ന് പറയുകയാണ്, ഏതായാലും നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാവരും അതിൻ്റെതായ രീതിയിൽ പെർഫോം ചെയ്തു, അതിന് യാതൊരു കുറവ് സംഭവിച്ചിട്ടില്ല. ഇനി ലാസ്റ്റ് റൗണ്ട് വരാനായിട്ട് പോവുകയാണ്. എല്ലാ അടങ്ങളും, അതായത് ഭർത്താക്കന്മാർ മുഴുവനും ഈ സ്റ്റേജിലേക്ക് കയറി വരിക. അങ്ങനെ വാ കയറി ചെല്ല്, അടിച്ചു പൊളിച്ചിട്ട് വാ, എല്ലാം നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കയറ്റുകയാണ്. അപ്പോൾ ഈ ജഡ്ജി ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് പോവാൻ കേട്ടോ, അതിന് നിങ്ങൾ നന്നായിട്ട് ആൻസർ പറയണം. അങ്ങനെ ജഡ്ജി അവിടെ ചോദിക്കുകയാണ്, അതെ ഒരു കാട്ടിൽ നിങ്ങളുടെ ഭാര്യയും അമ്മയും പെട്ടുപോയി. ആ സമയത്ത് നിങ്ങൾ രക്ഷിക്കാനായിട്ട് ചെല്ലുകയാണ്. അവിടെ നിന്ന് ഒരാളെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ആരെയായിരിക്കും രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നത്? നിങ്ങളുടെ ഭാര്യയാണോ അല്ലെങ്കിൽ അമ്മയാണോ എന്നവിടെ ചോദിക്കുകയാണ്. അപ്പോൾ വേറെ ആൾക്കാരുടെ ഭർത്താവൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാഡം ഞാൻ എൻ്റെ ഭാര്യയെ മാത്രമേ രക്ഷിക്കുള്ളൂ. അപ്പോൾ വേറൊരാൾ ചോദിച്ചപ്പോഴേക്കും ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു, എൻ്റെ ഭാര്യയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷിക്കുള്ളൂ എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഊഴം വന്നിരിക്കുകയാണ്. ശ്രുതിയുടെ ഊഴം വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാണ്, എന്ത് സംശയമാണ്, ഞാൻ എൻ്റെ ഭാര്യയെ തന്നെ രക്ഷപ്പെടുത്തുള്ളൂ. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരെയും അമ്മ അനുഗ്രഹിച്ചു വിടും, നിങ്ങൾ പോയി ജീവിച്ചോ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്തോളൂ മാഡം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്തിനോട് അടുത്ത ചോദ്യം വരികയാണ്, നിങ്ങളാണെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മാഡം രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലേ? ഇല്ല, രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല, ഒരാളെ മാത്രം. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് ആലോചിക്കുകയാണ്. ശ്രീകാന്ത് ആലോചിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ അവിടെ പറയാണ്, ശ്രീകാന്തേ എന്തിനാ ആലോചിക്കുന്നത്, ഭാര്യയെ രക്ഷപ്പെടുത്തുമെന്ന് പറ. ശ്രീകാന്തിനെ അമ്മനെ രക്ഷപ്പെടുത്താൻ ശ്രീകാന്തിന്റെ അച്ഛൻ വരട്ടെ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ മാഡം ഞാൻ എൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്തോളെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരുടെയും മാർക്കിട്ട്. അപ്പോൾ സച്ചി ഇനി നിങ്ങളുടെ ഊഴമാണ്, നിങ്ങൾ പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പെട്ടുപോയൊരവസ്ഥ. സച്ചി അപ്പോൾ കുറേ അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സച്ചിയുടെ കയ്യിലേക്ക് ആ മൈക്ക് അങ്ങോട്ട് വരിക. സച്ചിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടൊരവസ്ഥ. ഇനി സച്ചി എന്തായിരിക്കും പറയാനായിട്ട് പോകുന്നത്? അപ്പോൾ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്കതെല്ലാം അറിയാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.